Hello friends, once again welcome back to EduTutor. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 14 സോൾട്ട് എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ജൂൺ 2022 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ അനലൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പാർട്ട് 7 ആണ്. പാർട്ട് 6 വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. ഷുവർ ആൻഡ് സർട്ടൻ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. Summary of Salt. Mahasweta Devi's Salt is a powerful story about tribal people struggling to survive. They are trapped in a cycle of debt and exploitation by local landlords like Uttam Chand. The tribals work without wages and their land and resources are taken away. മഹാശ്വേത ദേവിയുടെ സോൾട്ട് എന്ന് പറയുന്ന സ്റ്റോറി അവിടെ ജീവിച്ചിരുന്ന ഒരു വില്ലേജിൽ ജീവിച്ചിരുന്ന ആൾക്കാരെ ചുറ്റിപ്പറ്റിയിട്ടും അവരുടെ വിഷമങ്ങൾ, ട്രൈബൽ പീപ്പിളാണ്, അപ്പോൾ അവരുടെ സ്ട്രഗിൾസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ മെയിൻ കഥാപാത്രമാണ് ഉത്തം ചന്ദ്. അദ്ദേഹം ചെയ്തിരുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ട്രൈബൽസിനെ ധാരാളം ജോലികൾ കൊടുക്കുമായിരുന്നു. അതേസമയം അവരെ ജോലി എടുപ്പിച്ചുകൊണ്ട് അവർക്ക് കൂലിയൊന്നും കൊടുക്കില്ല. ഇതായിരുന്നു അദ്ദേഹം ചെയ്തിരുന്ന ഒരു പ്രവൃത്തി. അതേസമയം അവരുടെയൊക്കെ എന്നുവെച്ചാൽ ട്രൈബൽസിൻ്റെ ലാൻഡ് മൊത്തം ഇദ്ദേഹത്തിൻ്റെ കൈക്കലാണ്. ഇദ്ദേഹം അതിനൊന്നും തിരിച്ചൊന്നും കൊടുക്കുന്നില്ല, ഒരു പൈസയും കൊടുക്കുന്നില്ല, എന്നാൽ ഇവരെ കൊണ്ടിട്ട് പണിയെടുപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെതിരെയാണ് മഹാശ്വേത ദേവിയുടെ സോൾട്ട് എന്ന ഈ ഒരു സ്റ്റോറി. The denial of salt, a basic necessity, symbolizes their exploitation. When they demand fair wages, Uttam Chand cuts off their salt supply, trying to crush their spirit. The authorities ignore their plight, siding with the exploiters. ഇവിടെ ഈ ട്രൈബൽ ജനം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അവർക്ക് കറക്റ്റായിട്ടുള്ള അവരുടെ കൂലി നൽകാൻ വേണ്ടിയിട്ട്. അവർ ശരിക്കും പറഞ്ഞാൽ പ്ലീഡ് ചെയ്യുകയാണ് ചെയ്യുക. ഡിമാൻഡ് എന്നൊക്കെ പറയുന്നതിനേക്കാട്ടിലും കൂടുതൽ പ്ലീഡായിരിക്കും. ഓക്കെ, അങ്ങനെ അവർ അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത്, ഉത്തം ചന്ദ് ഇവർക്ക് കൂലിയും കൊടുക്കുന്നില്ല, മറിച്ച് ഈ ഒരു ദേഷ്യത്തിൽ അവർക്ക് ഏറ്റവും നെസസറി ആയിട്ട് അവർ കരുതിയിരുന്ന ഉപ്പ് അവർക്ക് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പില്ലാതെ അന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം അത്രയും പ്രാധാന്യം സോൾട്ടിന് അവർ നൽകിയിരുന്നു. പക്ഷെ അത് നിഷേധിക്കുക എന്ന് പറയുന്നത് അവരെ ബേസിക് നെസസിറ്റി എന്ന് വെച്ചാൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അവരുടെ ഒരു കാര്യം നിഷേധിക്കുന്നതിന് തുല്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. The tribals face extreme hardship and their struggles are dismissed by the system. The story highlights their fight for dignity and survival in a world that denies them basic rights. ഇവിടെ ഒരു കൂട്ടം ട്രൈബൽസിൻ്റെ സ്റ്റോറിയാണ്. ബേസിക് നീഡായിട്ടുള്ള സോൾട്ട് പോലും അവർക്ക് നിഷേധിച്ചിട്ടുള്ള ഒരു കൺട്രിയാണ് നമ്മളുടേത്. വില്ലേജിനെ മാത്രമല്ല, ഇന്ത്യ മൊത്തത്തിലാണ് ഇവിടെ നരേറ്റർ നമുക്ക് കാണിച്ചു തരുന്നത്. ഇത്രയും ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ ഒരു ട്രൈബൽസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരവിടെ തോറ്റു പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവർ അതിനെതിരെ പ്രതിഷേധിക്കുകയും അതിനെതിരെ അവർ സംസാരിക്കുക, അവർ ശബ്ദം ഉയർത്തുകയും ചെയ്യുകയാണ്. ഒരു ഡിഗ്നിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാദിച്ചിരുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ പഠിക്കാം. കമൻറ്റ് ഓൺ ദ പ്രെഡിക്കമെൻറ്റ് ഓഫ് ദ ട്രൈബൽസ് ഇൻ ദ സ്റ്റോറി സോൾട്ട്. Mahasweta Devi's Salt tells the story of tribal people struggling to survive. They are trapped in a cycle of debt and exploitation by local landlords like Uttam Chand. The tribals work without wages and their land and resources are taken away. The denial of salt, a basic necessity, symbolizes their exploitation. When they demand for fair wages, Uttam Chand retaliates by cutting off their salt supply, trying to crush their spirit. The authorities ignore their plight, siding with the exploiters. The tribals face extreme hardship and their struggles are dismissed by the system. When they die trying to get salt, their deaths are blamed on wild animals, ignoring the real cause, deliberating deprivation. ഈ ഒരു ഭാഗത്തിൽ സോൾട്ടിന് വേണ്ടിയിട്ട് അവർ ധാരാളം സമരം ചെയ്യുന്നുണ്ട്, അവർ കുറേ അധികം പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പ്രതിഷേധിക്കുന്നതിനിടയിൽ പല ആൾക്കാരും മരിച്ചു പോകുന്നുണ്ട്, പലരെയും ഇവർ കൊല്ലുന്നുണ്ട്.
അങ്ങനെ കൊല്ലുന്നതും മരിച്ചു പോകുന്നതുമായിട്ടുള്ള ആൾക്കാരെ ഇവർ പറയുന്നത് ഇവരെ കൊന്നതും അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഇവർ മരിച്ചതൊന്നുമല്ല, മറിച്ച് വൈൽഡ് ആനിമൽസ് വന്നിട്ട് ഇവരെ കൊന്നതാണ് എന്നാണ് പുറത്തൊരു ടോക്ക് ഉണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാൻഡ് ലോഡ് നൈസായിട്ട് കൈയൊഴിയുന്ന ഒരു ഭാഗമാണ്, അദ്ദേഹത്തിന് ഇതൊന്നും ബാധിക്കില്ലായിരുന്നു. Despite their resilience, the tribals are marginalized and voiceless. The story highlights the fight for dignity and survival in a world that denies them basic rights. It's a powerful critique of societal indifference and exploitation. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.